ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഈസു ടോക്സ്. എല്ലാവർക്കും ഈസു ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ പറയാം, എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കണൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഇതൊക്കെ ആകാം. ഒത്തിരി പേര് വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷെ ആരും ലൈക്ക് ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ലൈക്ക് ബട്ടനോട് ഒന്ന് തല്ലിപ്പൊട്ടിച്ച് ഇറങ്ങിപ്പോക്കൂടെ. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്, ഇപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, ഏകദേശം ഒരു ഔട്ട്ഡോർ ആണ് ഷൂട്ട് ചെയ്യുന്നതെന്ന്. അതെ, ഇന്ന് ഒരു ചെറിയ വ്ളോഗാണ് എടുക്കുന്നത്. എന്താണതെന്ന് നമുക്ക് നോക്കാം. ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ മിക്ക ഫ്രൈഡേയ്സും നമ്മൾ പുറത്തേക്ക് പോകാറുണ്ട്. ഇന്നൊരു ഫുൾ ഡേ ട്രിപ്പായിട്ടാണ് പോകുന്നത്. ട്രിപ്പെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുറത്ത് എവിടെയെങ്കിലും പോയിരുന്നു കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ശേഷം കുറേ നേരമൊക്കെ പുറത്ത് ഒന്ന് കറങ്ങി അടിച്ചൊക്കെ തിരിച്ചു വരാമെന്നാണ് കരുതുന്നത്. അപ്പോൾ നിങ്ങളെ കൂടെ ഞാൻ കൂട്ടുകയാണ്, എൻ്റെ കൂടെ വരാനായിട്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം. എന്തൊക്കെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻസ് എന്ന് ആദ്യം നോക്കാം. എല്ലാമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ചോറാക്കിയിട്ടുണ്ട്, ബിരിയാണിയാണ്. പിന്നെ അതിന് വേണ്ട ഐറ്റംസ് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ മാസ്കും ഗ്ലൗസും എല്ലാം കൊണ്ടുപോയാലേ പറ്റൂ. പിന്നെ ഫ്ലാസ്കിൽ കുറച്ച് കട്ടൻ ചായ എടുത്തിട്ടുണ്ട്, അപ്പോൾ അതുണ്ട്. പിന്നെ അവക്ക് വേണ്ട കുറച്ച് ഐറ്റംസാണ് ബാക്കി എടുത്തിരിക്കുന്നത്. പിന്നെ പപ്പടം, പഴം, അങ്ങനെയൊക്കെ, പഴമില്ല, അങ്ങനെയൊക്കെ എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽഡായിട്ട് ഞാൻ പുറത്ത് പോയ ശേഷം നമ്മളവിടെ സെർവ് ചെയ്യുന്ന ടൈമിൽ കാണിക്കാം. പിന്നെ കളിക്കാനും ഒക്കെ അതിനാണ് മെയിനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് അവൾക്ക് വേണ്ട കുറേ ഐറ്റംസും എടുത്തിട്ടുണ്ട്. മോള് നല്ല ആവേശത്തിലാണ്. അപ്പോൾ പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയത് ഏകദേശം ഒരു 2 മണി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇറങ്ങിയപ്പോഴേക്കും. കാരണം വെള്ളിയാഴ്ച എല്ലാവരും ലേറ്റ് ആയിട്ടല്ലേ എണീക്കലും എല്ലാം. അപ്പോൾ ഒന്ന് സെറ്റായി എല്ലാവരും റെഡിയായി വരാനായിട്ട് അത്രയും ടൈം എടുത്തു. ഒരു 2 മണിയോളം ആയപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ശേഷം ഇവിടുന്ന് ഒരു ഹാഫ് ആൻ അവർ എന്ന് കറക്റ്റില്ല, ഒരു 25 to 28 മിനിറ്റ്സ് അത്രയും യാത്രയുണ്ട്. അവിടെ ഇറങ്ങി കുട പിടിച്ച് നിന്ന് അതേ രീതിക്ക് തന്നെ കുട കാറിൽ തുറന്ന് തന്നെ വെച്ചിരിക്കുവാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു. ഈ കാണുന്നതെല്ലാം സൗദി മറാഫിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബേസിലാണ് നമുക്കിവിടെ ശുദ്ധമായിട്ടുള്ള വെള്ളം കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ പ്ലാന്റും ടാങ്കും ഒക്കെയാണ്. നമ്മളിപ്പോൾ പാസ് ചെയ്ത് പോകുന്നത് ഇൻഡസ്ട്രിയൽ ഏരിയയിലൂടെയാണ്. കുറച്ചുകൂടി മുന്നേ നമ്മൾ ഇറങ്ങണമായിരുന്നെന്ന് അപ്പോഴാണ് തോന്നിയത്. കാരണം ഇപ്പോൾ സൺസെറ്റ് നേരത്തെയാണ്, ഏകദേശം ഒരു 5 മണി കഴിയുന്ന ടൈമിൽ തന്നെ നന്നായിട്ട് നേരെ ഇരുട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങാനുള്ളതായിരുന്നു എന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. വേറെ ആരും ഫ്രണ്ട്സും ഫാമിലിയും ഒന്നും കൂടെ ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ബോറിംഗ് ഉണ്ടായിരുന്നെന്ന് തന്നെ പറയാം. പെട്ടെന്നുള്ളൊരു പ്ലാൻ ആയതുകൊണ്ട് ആരെയും അങ്ങനെ വിളിക്കാനൊന്നും പറ്റിയില്ല. ജുബൈലിലെ റോയൽ കമ്മീഷൻ ഏരിയയിലുള്ള ഡെഫി പാർക്കിലേക്കാണ് നമ്മൾ പോയത്. ഇത് ഡെഫിയുടെ എൻട്രൻസ് ആണ്.
എത്തിയിട്ടുണ്ട്. ആരും അങ്ങനെ അധികം ഇല്ല, കുട്ടികളും ഒന്നും അധികം എത്തിയിട്ടില്ല. ഈ ഒരു ടൈം ആകുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ജസ്റ്റ് നല്ല തണലുള്ള ഒരു സ്ഥലം നോക്കി നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഫുഡ് എടുത്ത് കഴിക്കാനായിട്ട് പോകാം. അതിന് വേണ്ട സ്ഥലം ഒന്ന് ജസ്റ്റ് നോക്കാം. ഇത് വിശാലമായിട്ടുള്ളൊരു പാർക്കാണ്, വാക്കിംഗ് ഏരിയ ഒക്കെ ഒത്തിരി ഉണ്ട്. എന്താണ്? അല്ല, അവിടെയല്ല, നമുക്ക് അപ്പുറത്തേലിരിക്കാം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഡെഫി പാർക്ക് എന്ന് പറഞ്ഞ പാർക്കിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് നടക്കുവാണ്. ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണം. ചെറിയ ചൂടുണ്ട്, എന്നാലും വലിയ പ്രശ്നമില്ല. ജസ്റ്റ് ഇവിടെയെങ്കിലും ആരുമില്ല, അതുകൊണ്ട് ഞാൻ മാസ്ക് മാറ്റുവാണ്. തിരക്കൊക്കെ ആവുന്നതേ ഉള്ളൂ, കുട്ടികളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇസ അപ്പോൾ പാർക്കിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആവേശത്തിൽ നിൽക്കുവാണ്. കളിക്കാനൊന്നും വിടുന്നില്ല. എന്തായാലും കളിക്കാൻ പോകുന്നോ കളിക്കാൻ? എന്തിനാ കളിക്കുന്നേ? ഫുഡ് കഴിച്ചിട്ട് പോവാം, വാ വന്നേ. അവിടെ കളിക്കാം. ഫുഡ് കഴിച്ചിട്ട് കളിക്കാം. ആ കവർ പോക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഏകദേശം എല്ലാമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് ജസ്റ്റ് ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. അധികമൊന്നുമില്ല, ജസ്റ്റ് ഒരു ബിരിയാണിയും പിന്നെ അതിൻ്റെ സൈഡ് ഡിഷസുമാണ്. മൂക്ക് ചെറിയുന്ന അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് പ്ലേയിങ് ഏരിയയിലേക്ക് ഒന്ന് ജസ്റ്റ് അവളെയും കൊണ്ടൊന്ന് പോയി. അപ്പോൾ കുട്ടികളാരുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട. വേറെ ആരുമായിട്ട് മിങ്കിൾ ചെയ്യാതിരുന്ന പകുതി റിസ്ക് കുറയുമല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് അടുത്ത ഒരു പാർക്കിലേക്ക് പോവുകയാണ്. മുർജാൻ വില്ലേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് പോകാമെന്ന് കരുതി. കുറേ നേരം കൊണ്ട് ഇവിടെ നിൽക്കുന്നു, ഇന്നും കുറേയധികം കളിച്ചു. ഇനിയിപ്പോൾ സൺസെറ്റ് ആവാനാവുന്നു. അപ്പോൾ ജസ്റ്റ് അങ്ങോട്ടേക്കൊന്ന് പോകാമെന്ന് തോന്നി, അങ്ങനെ പോവുകയാണ്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു ഐലൻഡ് ഏരിയയിലേക്കാണ്. അബു അലി ഐലൻഡ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ മുർജാൻ വില്ലേജ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. അപ്പോൾ ആ ഏരിയ ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെയുള്ള ഒരു ബീച്ച് സൈഡാണിത്. ഒത്തിരി ആളുകൾ, കൂടുതലും സൗദീസാണ് അവിടെ കൂടുതലായിട്ട് വരുന്നത്.
ഡെഫി പാർക്കിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് അത്ര മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ ഇവിടെ ഉള്ളവരിത് കാണുവാണെങ്കിൽ ഉറപ്പായിട്ടും വരണം കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്ലേസാണിത്. ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ജുബൈലിലും ഫനത്തീറിലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസാണിത്. അപ്പോൾ എല്ലാവരും ഉറപ്പായും ഇവിടെ വന്നിരിക്കണം. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഡെഫിയിൽ നിന്ന് ഇവിടെ എത്തിയപ്പോഴേക്ക് ഏകദേശം ഒരു 4 മണി കഴിഞ്ഞിരിക്കുന്നു. അത്യാവശ്യം ഇവിടെ നല്ല തിരക്കൊക്കെ ആയിട്ടുണ്ട്. പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഒത്തിരി കറങ്ങേണ്ടി വന്നു. ഒരുപാട് നോക്കിയ ശേഷമാണ് കിട്ടിയതും. അപ്പോൾ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു, കുട്ടികളെ ആയിട്ട്, പിന്നെ സൈക്കിളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കടലിലേക്കൊരു പാലമുണ്ട്. അപ്പോൾ അത് നല്ലൊരു വ്യൂ ആണ് നമുക്ക് തരുന്നത്. നമുക്കതൊന്ന് കാണാൻ പോകാം. ായിട്ടുള്ള പാർക്കും എല്ലാം ഇവിടെ ഉണ്ട്. നല്ല തിരക്കാണ് ഇവിടെ. കൊറോണ ടൈമിൽ പോലും ഇവിടെ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കാം. നല്ല ഒരു ഗ്രീനറിയാണ് ഇവിടെ. പക്ഷേ എൻ്റെ ക്യാമറയിൽ അത്രത്തോളം എനിക്കത് കാണിച്ചു തരാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു പാലമാണ് ഞാൻ പറഞ്ഞത്. നല്ല ഒരു വ്യൂ ആണ് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ കിട്ടുന്നത്. നമുക്ക് ജസ്റ്റ് അങ്ങോട്ടേക്ക് ഒന്ന് നടക്കാം. അപ്പോൾ ബീച്ചിൽ ഒത്തിരി ആൾക്കാരുണ്ട്, നല്ല തിരക്കുണ്ട്. ആൾക്കാരൊക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു സൺസെറ്റ് വരേക്ക് മാത്രമേ ഇവിടെ അനുവദിക്കുകയുള്ളൂ. അത് കഴിയുമ്പോഴേക്കും എല്ലാവരും കരയിലേക്ക് കയറേണ്ടി വരും. ഞങ്ങൾ പാലത്തിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്, അകത്തേക്ക് കയറിയിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ അതിമനോഹരമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കാഴ്ച മിക്കപ്പോഴും അവിടെ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. ഇവർ ഫ്രണ്ട്സായിട്ട് വരുന്നവരുണ്ട്, ഫാമിലി മെമ്പേഴ്സ് അങ്ങനെ വരുന്നവരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഉച്ച മുതലേ ഇവിടെ തന്നെ ഫിഷിങ്ങിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ കുറേ നേരം ഞങ്ങൾ അവിടേക്ക് ഒന്ന് കറങ്ങി നടന്നു. പിന്നെ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ 5 മണി ആകുമ്പോൾ തന്നെ ഇപ്പോൾ വേഗം നേരെ ഇരുട്ടുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ലൈറ്റ് പോകാനായിട്ട് തുടങ്ങി. ശേഷം പിന്നെ ഞാനൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. ഞങ്ങൾ ഏകദേശം രാത്രി ഒരു 10 മണി വരേക്കും അവിടെ തന്നെ ഉണ്ടായിരുന്നു. കാപ്പിയൊക്കെ കുടിച്ചു, അങ്ങനെ അവിടെ ഇരുന്നു കുറേ നേരം. പിന്നെ മോളും ഇക്കായും കൂടെ ക്രിക്കറ്റ് കളിക്കുകയും അപ്പോൾ അങ്ങനെയൊക്കെ ആയി ഒത്തിരി സമയം പോയത് അറിഞ്ഞില്ല എന്ന് തന്നെ പറയാം. തീർത്തും ആളുകളൊന്നും അധികമില്ലാത്ത തിരക്കില്ലാത്തൊരു സ്ഥലത്താണ് ഞങ്ങൾ ഇരുന്നതും. എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു.
ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.